അതോ ഇത് ചന്ദ്രനിൽ വെള്ളമുണ്ടോ, കാവേരി ബേസിനിൽ പെട്രോളിയം ഉണ്ടോ എന്നൊക്കെ പര്യവേക്ഷണം നടത്തുന്നത് പോലെ പര്യവേക്ഷണം വേണ്ടുന്ന കാര്യമാണ്. നാട്ടുകാരെല്ലാം അറിഞ്ഞ കാര്യമല്ലേ. അതോ അന്തഃപുര രഹസ്യം അങ്ങാടിപ്പാട്ടെന്ന് പറയുന്നത് പോലെയാണ്. അവരിപ്പോഴും രഹസ്യമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നടപടിയെടുക്കുന്നതിൽ നിന്ന് പാർട്ടിയെ എന്തോ വിലക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം LDF കൺവീനറും കൂടിയാണ്. അപ്പോൾ ശക്തനായ ഒരാളിനെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്നു. അതുപോലെ മുഖ്യമന്ത്രിക്കെതിരെയും തിരുത്തലുണ്ടാകാൻ, ഈ പറയുന്ന തിരുത്തലുണ്ടാകാൻ പേര് പറയാൻ പോലും അവർ ഭയക്കുന്നു, മടിക്കുന്നു. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്. LDF കൺവീനർ EP ജയരാജനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് പരിശോധിക്കും. സംഘടനാ കാര്യങ്ങൾ അടുത്ത യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും. EP കാര്യം അടഞ്ഞ അധ്യായമല്ല. ആരൊക്കെയാണോ തിരുത്തേണ്ടത് അവരൊക്കെ തിരുത്തും. ഒരു പ്രത്യേക നേതാവിനെ എടുത്തു പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിപ്പോൾ എത്ര യോഗങ്ങൾ അത് കഴിഞ്ഞ് നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി, കേന്ദ്ര സെക്രട്ടേറിയറ്റ് കേന്ദ്ര കമ്മിറ്റി, പിന്നെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ഇന്നും കൂടുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ലെന്ന്. ഇനി അടുത്ത യോഗത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് തീരുമാനമെടുക്കുന്നില്ലെന്ന്. അനന്തമായിട്ട് നീളുകയാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ. അതോ ഇത് ചന്ദ്രനിൽ വെള്ളമുണ്ടോ, കാവേരി ബേസിനിൽ പെട്രോളിയം ഉണ്ടോ എന്നൊക്കെ പര്യവേക്ഷണം നടത്തുന്നത് പോലെ പര്യവേക്ഷണം വേണ്ടുന്ന കാര്യമാണ്. നാട്ടുകാരെല്ലാം അറിഞ്ഞ കാര്യമല്ലേ. അതോ അന്തഃപുര രഹസ്യം അങ്ങാടിപ്പാട്ടെന്ന് പറയുന്നത് പോലെയാണ്. അവരിപ്പോഴും രഹസ്യമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നടപടിയെടുക്കുന്നതിൽ നിന്ന് പാർട്ടിയെ എന്തോ വിലക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം LDF കൺവീനറും കൂടിയാണ്. അപ്പോൾ ശക്തനായ ഒരാളിനെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്നു. അതുപോലെ മുഖ്യമന്ത്രിക്കെതിരെയും തിരുത്തലുണ്ടാകാൻ, ഈ പറയുന്ന തിരുത്തലുണ്ടാകാൻ പേര് പറയാൻ പോലും അവർ ഭയക്കുന്നു, മടിക്കുന്നു. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, പാർട്ടി അംഗമായാലും മാർക്സിസ്റ്റ് ആവാൻ സമയമെടുക്കും എന്ന്. എന്താണ് ഈ പറയുന്നത്? മാർക്സിസ്റ്റ് ആവണ്ട, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അംഗമായില്ലേ. അംഗമാവുമ്പോൾ അതിൻ്റെ അച്ചടക്കത്തിൻ്റെ കാര്യങ്ങളില്ലേ. സുധീഷ് അത് പിന്നെ കൊലപാതക കേസിലെ പ്രതി, അതുപോലെ കഞ്ചാവ് കേസിലെ പ്രതി, കാപ്പ നിയമം ചുമത്തപ്പെട്ട് നാട് കടത്തിയ ആൾ, ഇവരൊക്കെയാണ് പത്തനംതിട്ടയിലെ പാർട്ടിയിലേക്ക് വന്ന ആൾക്കാർ. അവരൊക്കെ മാറാൻ സമയമെടുക്കുന്നെങ്കിൽ നിങ്ങൾ എന്തിനു അംഗത്വം കൊടുത്തു? അങ്ങനെയല്ല. പാർട്ടിയിൽ BJP പോലല്ല. നമ്പർ വിളിച്ച് മിസ് കോൾ അടിച്ചാൽ പാർട്ടി അംഗത്വം കൊടുക്കാറില്ല. പാർട്ടിക്ക് പറ്റിയ ആളാണ്, അഭിമതനാണെന്ന് തോന്നിയാൽ മാത്രമേ അംഗത്വം കൊടുക്കുകയുള്ളൂ. ഇതുപോലെ മദ്യപാനമൊക്കെ കൂടുതലാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ എന്തെങ്കിലും അനാശാസ പ്രവർത്തനങ്ങളുണ്ടെന്ന് കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ തരം താഴ്ത്തുക. ഇതൊക്കെയാണ് പാർട്ടി പരമ്പരാഗതമായിട്ട് സ്വീകരിച്ചു വരുന്ന നടപടികൾ. ഇപ്പോൾ പാർട്ടി അതിൽ നിന്ന് മാറിയിട്ടുണ്ടോ? പാർട്ടി അത് തിരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് സജീവമായ ചോദ്യം. അതുപോലെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, SNDP യോഗം ഒരു മതേതര ആശയ പ്രചാരണം നടത്തുന്ന പാർട്ടിയാണ്. BDJSൻ്റെ രൂപവത്കരണത്തോടെ അതിനെ ഉപകരണമാക്കി SNDPയിൽ കാവ്യവത്കരണം RSS ശ്രമിക്കുന്നു. എന്താണ് ഈ കാവ്യവത്കരണം എന്നൊക്കെ പറഞ്ഞാൽ? നമ്മുടെ ദേശീയ പതാകയിലുള്ള ഒരു നിറമല്ലേ കാവ്യവത്കരിക്കുക എന്ന് പറഞ്ഞാൽ. കാവ്യയോട് മാത്രം എന്താണ് ഈ ചുവപ്പ് കണ്ട കാള എന്ന് പറയുന്നത്? കാവ്യ കണ്ട മാർക്സിസ്റ്റുകാരെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇത്ര എതിർപ്പ് കാവ്യയോട്? മറ്റെല്ലാ കളറുകളും നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ ഈ കളർ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? നിങ്ങളിപ്പോൾ BJP RSSും തമ്മിൽ തെറ്റിയെന്ന് പറയുന്നു. നിങ്ങളിപ്പോൾ RSSൻ്റെ പക്ഷം നിൽക്കുകയും മോദിയെ എതിർക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനൊരു സന്ദർഭത്തിൽ RSSനെ എതിർക്കുകയും മോദി അനുകൂലിക്കുകയും ചെയ്യാത്തത് എന്താ? അവർ തമ്മിൽ അടിയുണ്ടായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ RSSൽ നിന്ന് വന്നിട്ടുള്ള എത്ര പേര് കണ്ണൂരിൽ നിങ്ങൾ അംഗത്വം നൽകി? OV വാസു. അപ്പോൾ അവർ ഇപ്പോൾ മാർക്സിസ്റ്റുകാരായി കഴിഞ്ഞിട്ടുണ്ടോ? ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട്. കാവ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ പറ്റിയാണ് നിങ്ങൾ ഈ കാവ്യ BJP വത്കരിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം. കാവ്യ എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെ നിറമാണത്. പച്ച പോലെ തന്നെ പരിശുദ്ധമായിട്ടുള്ള നിറമാണ്. നിങ്ങളുടെ ചുവപ്പ് പോലെ തന്നെ ഒരു നിറമാണ്. ആ നിറത്തിനെയല്ല നിങ്ങൾ BJP വത്കരിക്കുന്നു എന്ന് പറയും, BJP ആക്കുന്നു. BJPയോട് മാത്രം നിങ്ങൾക്ക് ഈ തൊട്ടുകൂടായ്മ എന്താ? മുസ്ലിം ലീഗിനോടില്ലാത്ത തൊട്ടുകൂടായ്മ അത് മനസ്സിലാവാത്ത കാര്യമാണ് കേട്ടോ. ജനങ്ങൾക്ക് ഒട്ടും മനസ്സിലാവാത്ത കാര്യമാണത്. അത് നിങ്ങളൊരു അജണ്ടയായിട്ട് SDPIക്ക് അയിത്തമില്ല, അവരുടെ സഹായം സ്വീകരിക്കാം. പക്ഷേ BJPയോട് അയിത്തം അതൊക്കെ മാറിക്കഴിഞ്ഞു. അതാണിപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും കാവ്യവത്കരണം ഇതിനൊക്കെ കാലഹരണപ്പെട്ട വാക്കുകളാണ്. ഇങ്ങനൊന്നുമില്ല. നിങ്ങൾ BJP എതിർക്കുന്നെങ്കിൽ എതിർക്കുക. ഈ കാവ്യവത്കരണം എന്നുള്ള വാക്കുകളൊന്നും വിലപ്പോവില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. അതിനൊരർത്ഥവും ഇല്ലാത്ത
കാര്യങ്ങളാണത്. നിങ്ങളുടെ ഉന്മൂലനാശന സിദ്ധാന്തവും വിലപ്പോവില്ല കേരളത്തിൽ എന്നുള്ളത് തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളുടെ ആൾക്കാരെ നിങ്ങൾ തിരുത്തൂ. ഇ ജയരാജൻ BJPയെയോ അല്ലെങ്കിൽ SNDPയോ തിരുത്താൻ നോക്കാതെ നിങ്ങളുടെ ആൾക്കാരെ, അതുപോലെ ഗുണ്ടകളെയും കൊലപാതകികളെയും കഞ്ചാവ് വിൽപ്പനക്കാരെയും എടുക്കുന്ന പാർട്ടിയുടെ മന്ത്രിമാരെ വിലക്കുക, തിരുത്തുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പാർട്ടിയെ പഴയപടിയിലാക്കുക, പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാക്കി മാറ്റാൻ ശ്രമിക്കുക. കാവ്യവത്കരണം എന്നുള്ള ഈ എന്താ പറയുന്നത്, ഈ ജാടകളൊന്നും ഉണ്ടല്ലോ, ഉടായിപ്പുകൾ കൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകും.